ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹ കൂട്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഒട്ടും തന്നെ ബുദ്ധിമുട്ടാതെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതും വളരെ എളുപ്പത്തിൽ കുക്കറിലാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒട്ടും തന്നെ പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫുൾ വെളുത്തുള്ളിയും 5 പച്ചമുളകും ഒരു വലിയ പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തതാണ്. നമുക്കിതിൽ നിന്ന് 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറഞ്ഞത് ഇതൊരു 20 മിനിറ്റ് നേരമെങ്കിലും മൂടി മാറ്റി വയ്ക്കാം. കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനിലേക്കൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടട്ടെ. നമ്മുടെ കുക്കറിൽ തയ്യാറാക്കുന്ന ചിക്കൻ ബിരിയാണി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 6.5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള കുക്കർ എടുക്കണം. കാരണം നമ്മൾ റൈസും ചിക്കൻ മസാലയും എല്ലാം ഈ കുക്കറിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ബിരിയാണി റെഡിയാക്കാൻ തുടങ്ങാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇതൊന്ന് ചൂടാവട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യുന്നതിനുള്ള കാഷ്യൂ നട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട് ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ഈ ഓയിലിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് കിസ്മിസും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാളയും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒനിയനും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഈ സെയിം ഓയിലിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് 2 പീസ് പട്ട, 3 ഗ്രാമ്പു, 4 ഏലക്ക എന്നിവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഓയിലിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്പൈസസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് 5 സവാള കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഈ സവാള ജസ്റ്റ് ഒന്ന് വാടി വരണം, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വാടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അഞ്ച് സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് പെട്ടെന്നൊന്ന് വാടി വരുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഒനിയൻ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ പേസ്റ്റാക്കി എടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് ഒരു ടൊമാറ്റോ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണിത്. പെട്ടെന്ന് ഒരു ബിരിയാണി കഴിക്കണമെന്ന് തോന്നിയാൽ ഇതുപോലെ കുക്കറിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ ഇൻഗ്രീഡിയൻസും നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ബിരിയാണി എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ടൊമാറ്റോയും നന്നായിട്ട് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം മാറി ഓയിൽ ഇതുപോലെ തെളിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒട്ടും തന്നെ പുളിയില്ലാത്ത കട്ടത്തൈര് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് ഈ ചിക്കനിലേക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ചിക്കൻ മസാല യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. അതിനുശേഷം കുക്കർ ഒന്ന് മൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ടൈമിൽ വിസിൽ യൂസ് ചെയ്യണ്ട, 3 മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ മതി. നമ്മുടെ ചിക്കൻ മസാല കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ വെച്ചത്. ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 240 ml കപ്പിന് 4 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഈ റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. നമുക്ക് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം.
നമുക്ക് ഇതിലേക്ക് റൈസ് കുക്ക് ചെയ്യുന്നതിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റൈസിന് 3/4 കപ്പ് വെള്ളം എന്ന കണക്കിന് 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് ഉപ്പ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ റൈസും എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വിസിൽ യൂസ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നും കൂടി മൂടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ടാകും. ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഈ സ്റ്റീമിലിരുന്ന് ഇതൊന്ന് കുക്കായിക്കോട്ടെ. അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. 5 മിനിറ്റ് സ്റ്റീമിൽ തന്നെ ഇരുന്ന് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രഷർ കളഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ബിരിയാണി റൈസ് വെന്ത് പോയിട്ടുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ വാട്ടർ കണ്ടൻറ്റും ഇല്ല. കറക്റ്റായിട്ടുള്ള വാട്ടർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ടോപ്പിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും കിസ്മിസും ഒനിയനും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇനി ഒരല്പം മല്ലിയിലയും കൂടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈസി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.